അതായത് ട്രംപിന്റെ വ്യാപാര നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സ്വർണത്തിന്റെ വില ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് അലോപ്പതി മരുന്നുകളുടെ കയറ്റുമതിക്ക് 100% തീരുവ, അതായത് 25% തീരുവ നേരത്തെ പ്രഖ്യാപിച്ചത്, അതിന്റെ 100% കൂടി ചേർത്ത് പല ഉൽപ്പന്നങ്ങൾക്കും 50%ത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതുപോലെ 50% തീരുവയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലേക്ക് ചുമത്തിയിരിക്കുന്നത്. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രംപിന്റെ തീരുമാനമാണ്. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തണം എന്നാണ് നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോരോ തരത്തില് ഇന്ത്യയെ വ്യാപാരപരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ട്രംപ് തുടരുന്നിടത്തോളം കാലം ഈ ഡോളറിന്റെയും ഇന്ത്യൻ രൂപയുടെയും എക്സ്ചേഞ്ച് റേഷ്യോയിൽ വ്യത്യാസമുണ്ടാകും. അതുപോലെ തന്നെ സ്വർണത്തിന്റെ വിലയിൽ ഇപ്പൊ മാറ്റം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങോട്ട് പോകണമെന്ന് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യമാണ്. അമേരിക്കൻ ഡോളർ തന്നെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ ചാഞ്ചാട്ട വ്യാപാര നയം മൂലം. അപ്പൊ അമേരിക്കൻ ഡോളർ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചാണ് സ്വർണത്തിന്റെ വിലയിലും ചാഞ്ചാട്ടം ഉണ്ടാകുന്നത്. അമേരിക്കൻ ഡോളറിന്റെ വില താഴോട്ട് പോയാൽ അതേ സമയത്ത് ഉടനെ തന്നെ സ്വർണത്തിന്റെ വില കുതിക്കും. സ്വർണത്തിന്റെ വില കുതിക്കുമ്പോഴേക്ക് ഏതെങ്കിലുമൊക്കെ കാരണവശാൽ അമേരിക്കൻ ഡോളർ, അതായത് ട്രംപിന്റെ തന്നെ നയത്തില് സ്വല്പം അയവ് വരും, ഡോളറിന്റെ മൂല്യത്തില് അല്പം വർധനവ് വരും, വീണ്ടും സ്വർണം താഴേക്ക് പോകും. ഈ തരത്തില് അമേരിക്കൻ ഡോളർ ചാഞ്ചാടുന്നു. അതിനോടൊപ്പം തന്നെ സ്വർണത്തിന്റെ വിലയും ചാഞ്ചാട്ടം ഉണ്ടാകുന്നു. ഇത് ഒരു പക്ഷേ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്നും ഇങ്ങനെ തന്നെയായിരുന്നു. കാരണം 2ാം ലോക മഹായുദ്ധത്തോടെ ലോകത്തുള്ള സ്വർണത്തിന്റെ ഏറ്റവും വലിയ ശേഖരം അമേരിക്കയിലേക്ക് എത്തി. അത് തന്നെയാണ് അമേരിക്കൻ ഡോളർ വളരെ സ്ട്രോങ് ആകാനും കാരണം. അങ്ങനെ അമേരിക്കൻ ഡോളർ വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർണത്തിലേക്കുള്ള താല്പര്യത്തിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് അമേരിക്കൻ ഡോളറിലേക്ക് താല്പര്യമാകും. അമേരിക്കൻ ഡോളറിന്റെ ശക്തി ക്ഷയിച്ചാൽ, അതായത് മൂല്യത്തിൽ കുറവുണ്ടായാൽ ഉടനെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് മാറും. ഇത് ഏതു തരം നിക്ഷേപകരാണ്? വലിയ വൻകിട കോർപ്പറേറ്റുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കോർപ്പറേറ്റുകളാണ് ആക്ച്വലി ഡോളറിൽ വേണോ സ്വർണത്തിൽ വേണോ എന്ന് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് നമ്മളെ പോലുള്ളവരും നമ്മുടെ താല്പര്യം എങ്ങോട്ട് വേണം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ ട്രംപ് ഇതുവരെ വ്യാപാര യുദ്ധത്തിൽ അയാളുടെ അടവ് നയങ്ങൾ ഒന്ന് താഴേക്ക് താത്തിപ്പിടിച്ച് ചുരുക്കി തുടങ്ങിയിട്ടില്ല. ഈ മാസം അവസാനത്തോടു കൂടി ഒരുപക്ഷെ ഇന്ത്യയുമായിട്ടുള്ള കരാറ് ഒക്കെ തുടങ്ങി. അതുപോലെ UN-നുമായിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ എന്താണ് പറയുക, സാബോട്ടാഷ് ചെയ്യാൻ 3 ശ്രമങ്ങൾ UN അസംബ്ലിയിൽ തന്നെ നടന്നു എന്നാണ് ഇന്നലെ ട്രംപ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തെ പ്രകോപിതനാക്കിയിരിക്കുകയാണ്. ആ പ്രകോപനം കൊണ്ടാണ് ഇന്നിപ്പോ സ്വർണത്തിന് വില കൂടിയിരിക്കുന്നത്. അതായത് ഇന്നലെ UN-ൽ ട്രംപ് സൃഷ്ടിച്ച പ്രകോപനപരമായ എന്താ പറയുക അദ്ദേഹത്തിന്റെ വാക്ക്, അദ്ദേഹത്തെ 3 തവണ സാബോട്ടാഷ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ യാത്രയെയും സംസാരത്തെയും ഒക്കെ, അതായത് നമ്മുടെ ഇവിടെ മുഖ്യമന്ത്രി പറയുമല്ലോ മൈക്ക് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയുള്ള സംഭവമാണ് UN-ൽ നടന്നത് ട്രംപ് സംസാരിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ മാത്രം മതി ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അമേരിക്കൻ ഡോളറിലും സ്വർണത്തിന്റെ മൂല്യത്തിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വരാൻ. ആ ഏറ്റക്കുറച്ചിലാണ് നമ്മൾ കാണുന്നത്. ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്കും, അതായത് ഇപ്പൊ സെപ്റ്റംബർ ഏകദേശം തീരാറായി അല്ലേ, ഒക്ടോബർ 15 ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി നന്നായിട്ട് ഈ ട്രേഡ് പാക്ട് ഇന്ത്യയും അമേരിക്കയും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ആ വ്യാപാര കരാറുകളിൽ ഒരു നോർമൽസി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നോർമൽസി വരുമ്പോഴത്തേക്കും സ്വർണത്തിന്റെ വിലയിലെ ഈ അനുദിന ചാഞ്ചാട്ടം കുറഞ്ഞ് അത് സ്റ്റഡി ആകും. ഏകദേശം
ഒരു പക്ഷേ പതുക്കെ താഴേക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല അധികം. കാരണം ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം പൂർണ്ണമായിട്ട് മാറിയാൽ മാത്രമേ സ്വർണത്തിന്റെ വില പതുക്കെ താഴേക്ക് വരാൻ തുടങ്ങും. അതായത് സ്റ്റഡി ആയിട്ട് താഴേക്ക് 50,000-ലേക്കൊക്കെ വരിക. അതുവരെയും ഈ 80,000-ന്റെ ചുറ്റുവട്ടത്തിൽ കിടന്ന് അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ ഉപഭോക്താക്കള് ഈ സമയത്ത് സ്വർണത്തിൽ നിക്ഷേപിക്കാതിരിക്കുക. പിന്നെ കയ്യിൽ ആവശ്യത്തിലധികം സ്വർണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് വിറ്റൊഴിവാക്കാമെങ്കിൽ വിറ്റൊഴിവാക്കുക. അതായത് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമി വാങ്ങിക്കാനോ വീട് പണിയാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർണം വിറ്റഴിക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് വിറ്റഴിക്കാൻ നോക്കുക. പക്ഷെ വാങ്ങാൻ നോക്കാതിരിക്കുക. മാഡം, അതേപോലെ തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ സ്വർണം അത് ആഭരണമായിട്ടൊക്കെ തന്നെ വാങ്ങുന്നതൊക്കെ തന്നെ ഒരു നിക്ഷേപം എന്നൊരു രീതിയിലൊക്കെ തന്നെയാണ്. ഇപ്പം ഇപ്പോഴത്തെ ഈ വിലയിലൊക്കെ തന്നെയും ഒരു കാരണവശാലും നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതേപോലെ തന്നെയാണ് ഈ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആഭരണങ്ങൾ, അതുപോലെ തന്നെ ഈ ഓൾറെഡി നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൗകര്യങ്ങളൊക്കെ വില കുറഞ്ഞു നിൽക്കുമ്പോൾ ഒരു തുക നൽകി ബുക്ക് ചെയ്തിട്ട് പിന്നീട് നമുക്ക് ആ തുകയ്ക്ക് തന്നെ സ്വർണ്ണം വാങ്ങാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പരമാവധി ഉപയോഗിക്കുക. ഇനിയും വില കുറയുന്ന സമയത്തൊക്കെ തന്നെ അതൊന്ന് ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാര്യമൊക്കെ ഇനിയെങ്കിലും മലയാളികൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത് ഈ സ്വർണം കൊണ്ട് ഒരുപാട് ആഭരണം ഉണ്ടാക്കുക എന്നുള്ളത്, സ്വർണം സോവറിൻസ് ആയിട്ട് വാങ്ങി വെക്കുക, അതൊരു നിധിയാണ്. അതുകൊണ്ട് അതായത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരിക്കലും ഒരു തരത്തിലും പാകപ്പിഴ വരില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്വർണത്തിലെ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ അത് ആഭരണമാക്കി മാറ്റുന്നത് വലിയ മണ്ടത്തരമാണ്. ആവശ്യത്തിലധികം ആഭരണങ്ങളാക്കി മാറ്റുന്നത് എന്തുകൊണ്ടെന്നാൽ ഏത് ആഭരണമാണെങ്കിലും നമ്മൾ തിരിച്ച് വാങ്ങിച്ച കടയിൽ തന്നെ അവരുടെ എല്ലാ മാർക്കോട് കൂടി തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്താലും നമുക്ക് ഒരു 50% അടുപ്പിച്ച് അവർ പല കാരണങ്ങൾ പറഞ്ഞ് അതിൻ്റെ അകത്ത് മൂല്യം കുറയ്ക്കും. അപ്പൊ സ്വർണം വാങ്ങുന്നത് നല്ലതാണ്, ആഭരണമാക്കി മാറ്റുന്നത് അങ്ങേയറ്റം മണ്ടത്തരമാണ്. അത്യാവശ്യം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഉണ്ടാക്കുക, അതാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ കിട്ടും. അങ്ങനെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ഉണ്ടാക്കി വെക്കുക. ബാക്കി സ്വർണം സോവറിനായിട്ട് വാങ്ങി സൂക്ഷിക്കുക. അപ്പൊ എപ്പോ വേണമെങ്കിലും ഒരു സോവറിൻ കൊണ്ടുപോയി വിറ്റ് കാര്യം നടത്താം. അതേ സമയത്ത് ഒരു ആഭരണമായിട്ടാണ് അത് വിൽക്കാൻ പോകുന്നതെങ്കിൽ അതിന്റെ പണിക്കുറവ്, ഇത് മാറ്റുകുറവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അതായത് മേടിച്ച കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ പോലും 50% കുറയാതെ അവർ തട്ടിക്കിഴിച്ചിരിക്കും. പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ പോലും അറിയത്തില്ല, അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുക എന്നുള്ള സ്വഭാവം മലയാളി മാറ്റണം. മലയാളക്കരയിലാണ് ഇന്ത്യയിൽ വാങ്ങുന്ന സ്വർണത്തിന്റെ 20% ആഭരണമാക്കി മാറ്റുന്ന മണ്ടൻ കരയാണ് മലയാളക്കര. ആ മണ്ടൻ സ്വഭാവം മാറ്റുക. സ്വർണം സോവറിനായിട്ട്, സ്വർണ്ണ നാണയങ്ങളായിട്ട് സൂക്ഷിക്കുക. അപ്പൊ ആവശ്യം വരുമ്പോ അത് പ്രയോജനപ്പെടുത്താം. മറിച്ച് ആഭരണങ്ങളാക്കി മാറ്റി നമ്മൾ വളരെയധികം നഷ്ടം സഹിക്കുകയായിരിക്കും ചെയ്യുക. മേഡം, അതുപോലെ തന്നെയാണ് നമുക്ക് ഡയമണ്ട് ആഭരണങ്ങളുണ്ട്, പ്ലാറ്റിനം ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മലയാളികൾക്കൊന്നും തന്നെ ഇതിലോട്ടൊരു ശ്രദ്ധയില്ല. അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ചെറിയ 18 ക്യാരറ്റിലൊക്കെയാണ് ഈ ഡയമണ്ടിന്റെ ഒക്കെ വരുന്നത്. അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്, പക്ഷെ അതിലോട്ടൊന്നും എത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അതും ശരിയാണ്. പക്ഷെ ഡയമണ്ടിന് വലിയ അപകടമുണ്ട് സുഹൃത്തെ. കാരണം ഈ ഡയമണ്ടിൽ ചെയ്തു വെക്കുന്ന അതിമനോഹരങ്ങളായ ആഭരണങ്ങൾ പോലും അത് വീണ്ടും വിൽക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടില്ല. അവര് പറയും ഇത് 18 കാരറ്റ് സ്വർണമാണ്, അല്ലെങ്കിൽ അതിനേക്കാളും 14 കാരറ്റ് സ്വർണമാണ്. കാരണം 14 കാരറ്റിലും 9 കാരറ്റിലും ഒക്കെ ഡയമണ്ട്സ് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ അവര് അത് പറയും, ഈ കടക്കാർ പറയുന്നത് നമ്മൾ വിശ്വസിക്കും. കാരറ്റ് എന്താണ്, എങ്ങനെ ഇരിക്കുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അവരത് ഉടനെ തന്നെ ഉരുക്കി നമ്മളെ കാണിക്കും. അതായത് എനിക്ക് തന്നെ നല്ല അനുഭവമുണ്ട്. 1,25,000 രൂപ കൊടുത്ത് ഗൾഫിൽ നിന്ന് വാങ്ങിയ ഒരു 2 കമ്മൽ, അതിമനോഹരങ്ങളായ ഡയമണ്ട് കമ്മലുകള്, അത് വലിയ കമ്മലായി പോയത് കാരണം കാതിന് പരുവമില്ലാത്തതുകൊണ്ട് എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ആ കമ്മല് 10-15 വർഷം കയ്യിൽ വെച്ചു. അവസാനം അത് എന്നാല് എന്തെങ്കിലും മറ്റൊരു ആഭരണമാക്കി മാറ്റാമെന്ന് വിചാരിച്ച് കടയിൽ കൊണ്ടുവന്നു. അവരുടെ കയ്യില് അത് വാങ്ങിച്ച ഗൾഫിലെ ഒരു വലിയ പ്രശസ്തമായ കടയിൽ നിന്ന് വാങ്ങിച്ച അതിന്റെ രസീത് മുതൽ എല്ലാം ഉണ്ടായിരുന്നു. അന്ന് 1,25,000 രൂപ മുടക്കിയതിന്റെ എല്ലാ രേഖകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരത് കൊടുക്കാൻ 15 വർഷം കഴിഞ്ഞ് ചെന്നപ്പോ കിട്ടിയത് 33,000 രൂപയാണ്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക, 33,000 രൂപ മാത്രമാണ് കിട്ടിയത്.
അന്ന് 1,25,000 15 വർഷം മുൻപ് മുടക്കിയത് യഥാർത്ഥ സ്വർണത്തിലാണ് മുടക്കിയത് എങ്കിൽ ഇപ്പോ അതൊരു 4 ലക്ഷത്തിനനുസരിച്ച് അതിലും കൂടുതൽ വില കിട്ടിയേനെ. അതാണ് 33,000 രൂപയ്ക്ക് പോയത്. അപ്പൊ ഈ ഡയമണ്ട്സ് ഒക്കെ നമുക്ക് അത്യാവശ്യത്തിന് അണിയാൻ വേണ്ടി വളരെ കുറച്ച് മാത്രം വാങ്ങി വെക്കുക. ഈ കാണിക്കുന്ന അഡ്വർടൈസ്മെന്റ് കണ്ട് അതിനകത്ത് വീണു പോകുന്നത് മലയാളികൾ മണ്ടന്മാരും മണ്ടികളുമാണെന്ന് മാത്രമേ പറയാൻ ഒക്കുകയുള്ളൂ. അതന്നെയല്ല, ഡയമണ്ട്സ് തന്നെയാണെങ്കിലും റെഡിമെയ്ഡ് ഡയമണ്ട്സ് ഒറിജിനൽ ഡയമണ്ട്സ് പോലെ മനോഹരങ്ങളായി ഇത് കിട്ടുകയും ചെയ്യും. അപ്പൊ മനോഹാരിതയ്ക്ക് വേണ്ടി അത്തരം റെഡിമെയ്ഡ് സാധനങ്ങൾ വാങ്ങിക്കുക. സൂക്ഷിക്കാൻ വേണ്ടി സ്വർണമായിട്ട് വാങ്ങി സൂക്ഷിക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.